വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ചെയ്തെടുക്കുന്നത്. ഓവനും ബീറ്ററും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള മിക്സി യൂസ് ചെയ്തിട്ട് ദോശക്കല്ലിൽ ചെയ്തെടുത്ത ഒരു കിഡിലൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് തസ്ലീമ ഷഫീഖ് എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ടാണ്. ആ കമൻറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കിഡിലൻ കേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. 3 മീഡിയം സൈസിലുള്ള മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിൽ ഒട്ടും നനവില്ലാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ജാർ എടുക്കാം. ഇപ്പം നിങ്ങൾ വലിയ ടൈപ്പ് ജാർ എടുക്കുകയാണെങ്കിലും പ്രശ്നമില്ല. ഞാനിപ്പോൾ ചെറിയ ടൈപ്പ് ജാർ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രീമും മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ മിക്സിക്ക് 2 ജാറേ ഉള്ളൂ, ഒന്ന് ബിഗും ഒന്ന് വളരെ ചെറുതും. അപ്പോൾ നമ്മൾ ഈ മുട്ട ഇതിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കഴുകിയെടുത്ത് കഴിഞ്ഞാലും നനവ് പോകാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ മുട്ടയും പഞ്ചസാരയും വേറൊരു ജാറിലും അതുപോലെ തന്നെ ക്രീം വിപ്പ് ചെയ്യാൻ വേറൊരു ജാറിലും അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. പൊതുവെ എല്ലാവരുടെയും വീട്ടിൽ മിനിമം ഒരു 2 ജാറെങ്കിലും ഉണ്ടാകും. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത്. അപ്പം മുട്ടയും അതിലേക്ക് 1/2 കപ്പ് പ്ലസ് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് ആദ്യം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പ്ലസ് 1/4 കപ്പ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ 3/4 കപ്പ് അളവിൽ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര. ഇതിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർക്കണം. അപ്പോൾ ഓയിൽ കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ള സ്പേസ് അതിൽ ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരല്പം നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തതോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് വീണ്ടും നമ്മൾ ഒരു മിനിറ്റ് മതി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തത് 2 മിനിറ്റ് ആട്ടോ. നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കാരണം ഈ ഓയിൽ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച ആ മുട്ടയിൽ നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, ഇലക്ട്രിക് ബീറ്റർ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്നും ചെയ്തെടുക്കണ്ട. അതിൽ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മെഷർമെൻ്റ് ഒക്കെ ഇത് തന്നെ എടുത്താൽ മതി. നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർ. അല്ലാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേക്ക് റെസിപ്പീസ് എന്തിട്ടാലും പിന്നെയും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് കോക്കോ പൗഡർ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഡാർക്ക് കോക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഇല്ലാത്തവരുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള കോക്കോ പൗഡർ യൂസ് ചെയ്താലും മതി. നമ്മുടെ നാട്ടിലെ ബേക്കേഴ്സിന് കോക്കോ പൗഡർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്നാൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം അത് കിട്ടിയാലും നിങ്ങൾക്ക് ഇതിനായിട്ട് ഈ സെയിം അളവിൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 3/4 കപ്പ് മൈദയിലേക്ക് ബാക്കി ഭാഗം കൊക്കോ പൗഡറും കൂടി ഫില്ല് ചെയ്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം. ഒരു 3 വട്ടമൊക്കെ അരിച്ചെടുത്താൽ നന്നായിരിക്കും. അത്രയും സോഫ്റ്റ് ആയിരിക്കും കേക്ക്. ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്താലും നമുക്ക് ഈ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ വിനീഗറോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അരിപ്പയിലേക്ക് കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് മുട്ടയുമായിട്ട് നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി.
ഈ ഒരു സ്റ്റേജ് എത്തിയാൽ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മുഴുവനായിട്ട് ആവശ്യമില്ല. ഞാനിവിടെ 1/4 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ ആണ് എനിക്ക് ഇതിലേക്ക് പാല് ആവശ്യം വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1/4 കപ്പ് വരെ ആണ് പാല് ചിലപ്പം ആവശ്യമുണ്ടാവുക. അത് നിങ്ങൾ ചെയ്തെടുക്കുന്ന ബാറ്ററിൻ്റെ ആ ഒരു പരുവം അനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ ചൂടുള്ള പാലെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ബേക്കിങ്ങിന് എടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബാറ്റർ ഇപ്പോൾ മുഴുവനായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തൊരു ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനീഗറോ അതുപോലെ തന്നെ ചെറുനാരങ്ങയോ ചേർത്തിട്ട് ഈ ടൈമിലാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി നമുക്കൊരു ദോശക്കല്ല് എടുക്കാം. അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഓയിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മൾ സ്റ്റൗവിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പർ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കേക്ക് പെട്ടെന്ന് കരിയുന്നതിൽ നിന്ന് അത് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ അടിവശം നല്ല സോഫ്റ്റായിട്ട് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ബേക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ദോശ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാതെയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അടിവശത്ത് വേറൊരു പഴയ ദോശക്കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് ചൂടാക്കാനായിട്ട് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ദോശക്കല്ല് വെച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഡയറക്റ്റ് ബട്ടർ പേപ്പർ ഇല്ലാതെ നമ്മൾ സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും കരിഞ്ഞു പോകും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്കോ വെച്ചിട്ട് അതൊക്കെ നമ്മളൊന്ന് കുത്തി പൊട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഷേപ്പായിട്ട് കിട്ടില്ല. ഇപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ല വലിയ ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. 2 ബാച്ചായിട്ട് ചെയ്തെടുത്താൽ മതി. ചെറിയ പാനാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ 2 തവണ ഈ ബാറ്റർ ആ ഒരു പാനിൻ്റെ അളവിൽ 2 തവണ ചെയ്തെടുക്കാനായിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ പാനിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. പക്ഷേ ഈ ടൈമിൽ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റവിൻ്റെ സൈഡിലുള്ള ആ സ്റ്റീലൊക്കെ അങ്ങ് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പാത്രത്തിന് കവർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു അടപ്പ് വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 25 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. മാക്സിമം 25 മിനിറ്റാണ്. അതിന് മുൻപ് എന്തായാലും ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. കറക്റ്റ് 25 മിനിറ്റാണ് ബേക്ക് ചെയ്യാനെടുത്ത ടൈം. അപ്പോൾ നിങ്ങളൊരു 20 മിനിറ്റ് ആയാൽ ഇതെന്തായാലും ഒന്ന് തുറന്ന് നോക്കുക. ചിലപ്പം നിങ്ങൾക്ക് 20 മിനിറ്റ് ആകാം, അല്ലെങ്കിൽ 25 മിനിറ്റ് ആകും. അങ്ങനെ കുറച്ച് ചേഞ്ച് മാത്രമേ ഉണ്ടാകുള്ളൂ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലാവുമ്പോൾ ട്രോപ്പോലൈറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. റിച്ച്, വിവോ, ഫിയോണ അങ്ങനെ കുറേ ബ്രാൻഡ് ഉണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് സ്റ്റിഫ് പീക്സ് ആയിട്ട് അത് കിട്ടുകയുള്ളൂ. 1 കപ്പ് അളവിലാണ് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, മിക്സിയിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും കൂടുതലായിട്ട് നമ്മൾ ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. കാരണം നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഇത് വിപ്പായിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് നമ്മളിത് വിപ്പ് ചെയ്ത് കിട്ടണം. കാരണം എല്ലാ സൈഡും ഇത് ബ്ലെൻഡ് ആയാൽ മാത്രമേ നമുക്കിത് സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ മറക്കരുത്. ഒരു 30 സെക്കൻഡ് ആയാൽ നമുക്ക് ഇതൊന്ന് നിർത്തി കൊടുക്കാം. എന്നിട്ട് 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ബീറ്റ് ചെയ്തെടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാർ ഒരിക്കലും ചൂടായി വരരുത്. അപ്പോൾ ചൂടായി വന്നാൽ ക്രീം മെൽറ്റായിട്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 30 സെക്കൻഡ് ഒക്കെ കൂടുമ്പോൾ നിർത്തിയിട്ട് നമ്മൾ ചെയ്തെടുക്കണം. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. 1 മിനിറ്റും ഒരു 50 സെക്കൻഡും ഒക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒന്ന് സ്റ്റിഫ് പീക്സ് ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് പുറമേ കാണുന്ന ജാറായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ടാകും ഇത് വിപ്പായി വരുന്നത്. ഇതിൻ്റെ ഒരു പരിവം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ബ്ലേഡ് അങ്ങ് മൂവ് ചെയ്യാതാകും. അതായത് അത്രയും സ്റ്റിഫ് പീക്സ് ആയിട്ട് അതുവരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ സ്പീഡിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലേഡ് എനങ്ങാതെയായി, അതായത് അത്രയും സ്റ്റിഫ് പീക്സ് ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സൈഡിലുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 2-3 സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഇത് വിപ്പായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ സൈഡിലുള്ളതെല്ലാം അങ്ങ് സെൻറ്ററിലാക്കിയിട്ട് നമുക്ക് വീണ്ടും വിപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ നോൺ ഡയറി വിപ്പിംഗ് ക്രീം എടുത്താൽ മാത്രമേ, നല്ല ബ്രാൻഡ് വിപ്പിംഗ് ക്രീം എടുത്താൽ മാത്രമേ നമുക്കിതിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നോൺ ഡയറി വിപ്പിംഗ്
വിപ്പിംഗ് ക്രീം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൽ കാണും നോൺ ഡയറി എന്ന് അതിൽ പുറമേ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യുന്നതിന് മുൻപ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മൾ ഐസിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ കേക്ക് എല്ലാം ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേസ്ട്രി രൂപത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ 3 ലെയറായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരേ അളവിൽ അങ്ങ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പേസ്ട്രി രൂപത്തിലല്ല വേണ്ടതെങ്കിൽ കേക്ക് രൂപത്തിൽ ചെയ്തെടുത്താലും മതി. നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ ബൗളിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു ബേക്കിംഗ് റൂൾസും ഇല്ലാതെ ഒരു കിടിലൻ ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇനി നമുക്ക് ഇതെല്ലാം ഒരേ അളവിലാകുന്നത് വരെ ഇതിൻ്റെ എഡ്ജ് എല്ലാം കട്ട് ചെയ്ത് നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ കാര്യം എന്താണെന്ന് വെച്ചാൽ കേക്ക് ബേക്ക് ചെയ്യേണ്ട ഫ്ലെയിം നമ്മൾ മീഡിയം ഫ്ലെയിമിനേക്കാളും ഒരല്പം കുറഞ്ഞ തീ എന്ന് വെച്ചിട്ട് കൂടുതൽ ഫ്ലെയിമിൽ വെക്കരുത്. ആ കാര്യം മറന്നുപോയത്. ഏറ്റവും കുറഞ്ഞ തീയിനേക്കാളും ഒരല്പം കൂടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള പീസ് ഒന്നുകിൽ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് പാനിലിട്ടിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഡെക്കറേഷനായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഷുഗർ സിറപ്പായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് കിട്ടുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്തെടുത്ത ക്രീം നിങ്ങൾ കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ഇത് ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്ററിൽ ചെയ്തെടുത്താൽ മതി. ഞാൻ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സിയിൽ ചെയ്ത് കാണിക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സാധാരണ ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യാറ്. ഡാർക്ക് ചോക്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഡയറി മിൽക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താലും മതി. ആദ്യത്തെ ലെയർ ചെയ്ത പോലെ ബാക്കിയുള്ള ലെയർ എല്ലാം അങ്ങ് നമുക്ക് ചെയ്തെടുത്തിട്ട് കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ അവസാനം കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം കവർ ആകാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ ക്രംസ് ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് അറിയില്ല. ഇനി നമുക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ക്രംസ് ഇട്ട് കൊടുക്കുന്നത്, കേക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് വേണം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ വലിയ വലിയ തരികളായിട്ട് അങ്ങ് കിടക്കും. കേക്കിൻ്റെ പൊടിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഒരു പിങ്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യുന്ന ലെവല് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് നല്ല ഷേപ്പിൽ എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നില്ലേ, വളരെ നല്ല പെർഫെക്റ്റ് ലെയറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ചും കൂടി കൂടുതൽ ഭംഗിക്കായിട്ട് ഞാൻ ചെറിയും കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സൈഡിൽ വെച്ച ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ദോശക്കല്ലിലാണ് ചെയ്തെടുത്തതെന്ന് പറയേയില്ല, അത്രയും സോഫ്റ്റാണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങും, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാകും. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്